നമസ്കാരം. SB മോജോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിലെ വീർപ്പുകുടി എന്ന പാഠത്തിലെ ടെക്സ്റ്റ് ബുക്കിലുള്ള വർക്കുകളാണ് പഠിക്കാൻ പോണത്. അതിൽ കുറേയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. നമ്മളിപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ വർക്കാണ് പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല, ആൻസർ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് പഠിക്കാം. മിലാൻ കരെ. മിലാൻ കരെ എന്ന് പറഞ്ഞാലും സഹി മിലാൻ കരെ എന്ന് പറഞ്ഞാലും ഒന്നു തന്നെ. സഹി മിലാൻ എന്ന് പറഞ്ഞാൽ ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുക, യോജിപ്പിച്ച് എഴുതുക. മിലാൻ കരെ യോജിപ്പിക്കുക, രണ്ടിൻ്റെയും അർത്ഥം ഒന്നു തന്നെ. അപ്പോൾ ഏത് രീതി ചോദിച്ചാലും ഇതാണ്, ഈ മോഡലായിരിക്കും ചോദിക്കണം മിക്കവാറും. അപ്പം മിലാൻ കരെ യോജിപ്പിക്കുക, അതിൽ 1ാമത്തെ ക്വസ്റ്റ്യനാണ്. സാഹിൽ കി ആഖേ. സാഹിലിന്റെ കണ്ണുകൾ ബീർബകുടി കി തരഹ് ലാൽ. ബീർബകുടിയെ പോലെ ചുവപ്പ്. ചൽത്തി ബീർബകുടിയാം ചൽത്തി ഫിർത്തി ഹൂൻ കി പ്യാരി പ്യാരി ബൂന്തേ. ചലിക്കുന്ന ബീർബകുടികൾ, ചലിക്കുന്ന ഹൂൻ കി രക്തത്തിന്റെ പ്യാരി പ്യാരി പ്രിയപ്പെട്ട ബൂന്തേ തുള്ളികൾ. സാഹിൽ കെ ആംസു. സാഹിലിന്റെ കണ്ണുനീർ. ബാരിഷ് കി ബൂന്തേ മഴ തുള്ളികൾ. സാഹിൽ കി ചോട്ട്. സാഹിലിന്റെ മുറിവ്. ബീർബകുടി കാ രംഗ്. ബീർബകുടിയുടെ നിറം. അടുത്ത് 2ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മിലാൻ കരെ യോജിപ്പിക്കുക 2. ദുകാൻദാറിനെ ബദായാക്കി. കടക്കാരൻ പറഞ്ഞതെന്തെന്നാൽ സ്യാഹി കി ബോത്തൽ. മഷിയുടെ കുപ്പി, മഷിക്കുപ്പി. അഭി ഇപ്പോൾ ഖാലി ഹോ ഗയി ഹെ. ഒഴിഞ്ഞിട്ടുണ്ട്. സാഹിലിനെ കഹാക്കി. സാഹിൽ പറഞ്ഞത് എന്തെന്നാൽ മുച്ചെ എനിക്ക് പെൻമേ പേനയിൽ സ്യാഹി ഫർവാനി ഹെ. മഷി നിറയ്ക്കേണ്ടതുണ്ട്. ബേലാനെ കഹാക്കി. ബേല പറഞ്ഞതെന്തെന്നാൽ ഹം ഏക് ഹി കക്ഷാമേ പഠിത്തേ ഹി. നമ്മൾ ഒരേ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നു. ബേലാനെ കഹാക്കി. ബേല പറഞ്ഞതെന്തെന്നാൽ ഏക് പെൻ സ്യാഹി ഫർദോ. ഒരു പേന മഷി നിറച്ച് തരുവിൻ. അപ്പൊ ഇതേപോലെ ചോദിക്കുമ്പോൾ ഇതാണ് ക്വസ്റ്റ്യനിട്ട് പറഞ്ഞത്. പിന്നെ ഇതിനെ മറിച്ച് തിരിച്ചിട്ട് ഇട്ടിരിക്കും, അതാണ് ക്വസ്റ്റ്യനിട്ട് പറഞ്ഞത്. അപ്പം ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് അതിൻ്റെ നേർക്ക് ആൻസർ എഴുതണം. എന്നിട്ട് ഇതേപോലെ ക്വസ്റ്റ്യനിൽ കിടക്കുമ്പോൾ നമ്മൾ ഇതുപോലെ വരയിട്ട് വേണം എഴുതാൻ. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വരയിട്ട് ആൻസർ എഴുതുക, അത് അങ്ങനെ എഴുതരുത്. പിന്നെ ഈ ചിലവരാണെങ്കിൽ ക്വസ്റ്റ്യൻ എഴുതാതെ ആൻസർ മാത്രം എഴുതും. അങ്ങനെ എഴുതരുത്. ഇത് എഴുതാതെ ഇത് മാത്രം എഴുതും. അങ്ങനെയൊന്നും എഴുതി വെക്കരുത്. ഇതേപോലെ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ എഴുതുക. ക്വസ്റ്റ്യൻ എഴുതിയിട്ട് അതിൻ്റെ നേർക്ക് ആൻസർ എഴുതിയിട്ട് അതിൻ്റെ നേർക്ക് വരയിടുക. അങ്ങനെ ഇതേപോലെ കോളം തിരിച്ച് ഈ രീതിയിൽ വേണം എഴുതാൻ. അപ്പോൾ ഇതൊക്കെ വീട്ടിൽ വെച്ച് എഴുതി മനസ്സിലാക്കിയാലേ പിന്നെ നിങ്ങൾക്ക് എക്സാം സമയത്ത് പെട്ടെന്ന് ഇതിനെയൊക്കെ വരയിട്ട് ഇതേപോലെ എഴുതാൻ പറ്റുള്ളൂ. ഒരു സ്കെയിലും ഒരു പെൻസിലും കൈവശം വച്ചിരിക്കുക, എന്നാലേ നല്ല രീതിയിൽ വരയിട്ട് പെട്ടെന്ന് എഴുതാൻ പറ്റുള്ളൂ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് പെട്ടെന്ന് വരയിട്ട് ഇത് എഴുതാൻ സാധിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യണം. അടുത്ത് സഹി മിലാൻ കരെ 3ാമത്തത്. സുരേന്ദ്രജീനെ ബേലാക്കെ ബാലോമേ പംജ ഹംസായ. സുരേന്ദ്രജി ബേലയുടെ മുടിയിൽ കുത്തി പിടിച്ചു. ഗണിതയ്ക്ക് പീരീഡുമേ. കണക്ക് പീരീഡിൽ സുരേന്ദ്രജി വരും. കോപ്പി ഫേങ്കത്തെ ഹുയെ ഉൻഹോമെ കഹ. കോപ്പി എറിഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ബൈറ്റ് അപ്പനി ജഗഹ് പർ. തൻ്റെ സീറ്റിൽ പോയി ഇരിക്കൂ. ബേലാക്കോ സാഹിൽ കെ സാമനെ. ബേലയ്ക്ക് സാഹിലിന്റെ മുമ്പിൽ ഷർമിത മഹസൂസ് ഹുവ. രജ്ഞ ഉണ്ടായി. അടുത്ത് മിലാൻ കരെ 4. ബാരിഷെ ആനേമേ. മഴക്കാലം വരാൻ 2 മഹീന ബാക്കിത്ത. 1.5 മാസം ബാക്കി ഉണ്ടായിരുന്നു. ടൂട്ടെ സ്റ്റൂൾ കി ഏക് കീൽ. പൊട്ടിയ സ്റ്റൂളിന്റെ ഏക് കീൽ ഒരാണി. സാഹിൽ കി പിണ്ടലിമേ. സാഹിലിന്റെ കണങ്കാലില് ലഗ് ഗയി. തുളഞ്ഞു കയറി. ആഹിരി ബാരി വേ. അവസാനത്തെ ഊഴം. വേ അവർ ഏക ദൂസരയ്ക്ക് പരസ്പരം
ചീസ് സാധനങ്ങളെ ചൂക്കർ തൊട്ടിട്ട് രേഖ് രഹിയത്തെ നോക്കുകയായിരുന്നു. ഇത് ആ പ്രോഗ്രസ് റിപ്പോർട്ട് കിട്ടിയ രണ്ടുപേരും കൂടെ പരസ്പരം കൂടി വാങ്ങിച്ചു നോക്കിയ ആ ഭാഗത്ത് പറയുന്ന കാര്യമാണ്. ദീപാവലിക്ക് ചുട്ടിയോമേ, ദീപാവലിയുടെ അവധിക്ക് കേബാദ് ശേഷം സ്കൂൾ കുലാത്തോ, സ്കൂൾ തുറന്നപ്പോൾ വേലാക്കെ സിർപ്പർ, വേലയുടെ തലയിൽ സഫേദ് പട്ടി, വെള്ള ബാൻഡേജ് ബന്ധിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ പ്രവർത്തനം അത് പ്രത്യേകിക്ക് തുലന, ഓരോന്നിന്റെയും താരതമ്യം, ഓരോന്നിന്റെയും സാദൃശ്യം കിസ്കെ സാത്ത് എന്തിനോടൊപ്പം കി ഗെയ്ഹെ ചെയ്തിരിക്കുന്നു, ലിഖിയെ എഴുതിയാലും. അപ്പൊ ഒന്നാമത്തത് സാഹിൽ കി ലാൽ ആംഖോ കി തുലന, സാഹിലിന്റെ ചുവപ്പ് കണ്ണിന്റെ തുലന സാദൃശ്യം ബീർബഹുഡി സേ കി ഗെയ്ഹെ, ബീർബഹുഡിയോടാണ് ചെയ്തിരിക്കുന്നത്. അടുത്ത് ചൽത്തി ബീർബഹുഡിയോ കി തുലന खून की प्यारी प्यारी बूंदों से की गई है. നടക്കുന്ന ബീർബകുട്ടികളുടെ തുലന രക്തത്തിന്റെ പ്രിയപ്പെട്ട തുള്ളിയോടാണ് ചെയ്തിട്ടുള്ളത്. സാഹിൽ കെ ആംസുओं की തുലന, സാഹിലിന്റെ കണ്ണുനീരിന്റെ തുലന ബാരിഷ് കി ബൂന്തോം സേ, മഴ തുള്ളികളോടാണ് കി ഗയി ഹെ ചെയ്തിരിക്കുന്നത്. സാഹിലിന്റെ കണ്ണുനീരിന്റെ താരതമ്യം അല്ലെങ്കിൽ സാദൃശ്യം മഴ തുള്ളിയോടാണ് ചെയ്തിട്ടുള്ളത്. സാഹിൽ കി ചോട് കെ രംഗ് കി തുലന, സാഹിലിന്റെ ചോട് മുറിവിന്റെ ആ നിറത്തിന്റെ സാദൃശ്യം അല്ലെങ്കിൽ താരതമ്യം ബീർബഹുഡി കെ രംഗ് സേ, ബീർബഹുഡിയുടെ നിറത്തോടാണ് കി ഗയി ഹെ ചെയ്തിട്ടുള്ളത്. ബീർബഹുഡി കാ രംഗ് കി തുലന, ബീർബഹുഡിയുടെ നിറത്തിന്റെ സാദൃശ്യം ബേലാക്കെ ലാൽ റിബൺ സേ, ബേലയുടെ ചുവപ്പ് റിബണിനോടാണ് കി ഗയി ഹെ ചെയ്തിട്ടുള്ളത്. അത് സാഹില് പറയാണ്, ഈ ബീർബഹുഡിയുടെ നിറം നിന്റെ റിബണെ പോലെ ഇരിക്കണം, ആ ഭാഗത്താണ് അവിടെ റിബണിനോടൊപ്പം ചെയ്തിരിക്കുന്നത്. അടുത്ത് കഹാനിക്ക് ഘട്നാവോങ്കോ, കഥയുടെ ഘട്നാവോങ്കോ സംഭവങ്ങളെ സൂചിബത്ത് പട്ടിക ചേർത്ത് ചെയ്താലും, കഥകളുടെ സംഭവത്തെ പട്ടിക ചേർത്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗീലി സെമീൻ പർ, നനഞ്ഞ തറയിൽ ബേലാവോർ, ബേലയും സാഹിലും ബീർബകുട്ടിയോങ്കോ ഭോജിന, ബീർബകുട്ടികളെ അന്വേഷിച്ചു. പെൻമെൻ, പേനയിൽ സ്യാഹി ഭർണ, പേനയിൽ മഷി നിറയ്ക്കുക. സുരേന്ദ്രജി മാസ്റ്റർ സാഹബിനെ, സുരേന്ദ്രജി മാസ്റ്റർ സാഹബ് ബേലാക്കെ, ബേലയുടെ ബാലോംപർ, മുടിയിലെ പംസായ കുത്തി പിടിച്ചു. ദീപാവലിക്ക് ചുട്ടിക്ക് ബാദ്, ദീപാവലിയുടെ അവധിക്ക് ശേഷം ബേലാക്കെ സിർപ്പർ, ബേലയുടെ തലയിൽ സഫേദ് പട്ടി ബന്ധേ ദേഖ, വെള്ള ബാൻഡേജ് ബന്ധിച്ചിരിക്കുന്നത് കണ്ടു. സാഹിൽ കി പിണ്ടലീമേ, സാഹിലിന്റെ കണങ്കാലിൽ കീൽക്ക ചൂഫ, ആണി കുത്തി കയറി. അടുത്ത് പാഞ്ചവീം കാ റിസൾട്ട് ആണ്, 5ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു. ഇത് മൂന്നാമത്തെ പ്രവർത്തനത്തിൻ്റെതാണ് ഈ ആൻസർ. ടെസ്റ്റില് 4ാമത്തെ പ്രവർത്തനമായിട്ട് പട്കഥ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 2-3 മോഡൽ അത് പഠിക്കാം. പട്കഥ എന്ന് പറഞ്ഞാൽ തിരക്കഥ, പട്കഥ എന്ന് പറഞ്ഞാൽ തിരക്കഥ. ബീർബഹുഡിയോങ്കോ ഖോജത്തെ സമയം, അന്വേഷിക്കുന്ന സമയത്ത് സാഹിലും ബേലാസെ, ബേലയുമായിട്ടുള്ള സംബന്ധിത്, അവരുമായിട്ടുള്ള ആ ബന്ധമുള്ള സംബന്ധിച്ച പട്കഥ സങ്കല്പ് കർക്കെ ലിഖിയെ, തിരക്കഥ സങ്കല്പിച്ച് എഴുതിയാലും. അപ്പൊ ഒന്നേ സീൻ 1 അല്ലെങ്കിൽ ദൃശ്യ 1, ഏതെങ്കിലും ഒന്ന് അവിടെ എഴുതണം. അടുത്ത് സ്ഥലം എഴുതണം. അടുത്ത് സമയം എഴുതണം. കഥാപാത്രങ്ങൾ ആരൊക്കെയെന്ന് എഴുതണം. ആയു, വയസ്സ് എഴുതണം. വേഷഭൂഷ, അവരുടെ വേഷവിധാനങ്ങൾ. അടുത്ത് ദൃശ്യത്തിന്റെ വിവരണം ഇതേപോലെ ബ്രാക്കറ്റ് ഇട്ട് അത് എഴുതണം. അടുത്ത് സംഭാഷണം പോലെ അടുത്തത് എഴുതണം. അങ്ങനെ സംഭാഷണത്തിൽ അതേ വരികൾ തന്നെ, പിന്നെ അവര് അതിൽ കാണുന്ന പ്രത്യേകതകൾ എഴുതണം. എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെയാണോ ദുഃഖത്തോടെയാണോ, പിന്നെ അവർ ഏത് രീതിയിലാണ്, ഭയപ്പെട്ടാണോ, എന്താണ് എന്നുള്ള ആ ഒരു സന്ദർഭം കൂടെ എഴുതണം. അപ്പോൾ നമുക്ക് ഇത് പഠിക്കാം. അപ്പോൾ ആദ്യം പറഞ്ഞത് സ്ഥലം, സ്കൂൾ കെ രാസ്തേക്ക് സടക്ക്.
അപ്പോൾ ഈ കാര്യത്തിന് നമ്മൾ ഇതാണ് ഇവിടെ കൊടുക്കുന്നത്. ഏതാണ് അതിന് യോജിച്ച രീതിയിലുള്ള കാര്യങ്ങൾ എഴുതുക. സ്ഥാൻ സ്ഥല സ്കൂൾ കെ രാസ്തേക്ക് സടക്ക്. സമയ സബേരെ 9 ബജെ, രാവിലെ 9 മണിക്ക്. അവര് വീർപ്പക്കുട്ടിയെ അന്വേഷിക്കാൻ വേണ്ടി സ്വല്പം നേരത്തെ ഇറങ്ങി. അപ്പോൾ 10 മണിക്ക് ക്ലാസ് ആണെങ്കിൽ 9 മണി എന്ന് നമുക്ക് ഉദ്ദേശിക്കാം. സമയ സബേരെ 9 ബജെ, രാവിലെ 9 മണിക്ക്. കഥാപാത്രങ്ങൾ സാഹിൽ ഓർ ബേല, സാഹിലും ബേലയും. അവരുടെ വയസ്സ് 11 വയസ്സാണ്. അവരുടെ വേഷവിധാനം സ്കൂൾ കി വർദ്ധി, സ്കൂൾ യൂണിഫോം. അടുത്ത് ദൃശ്യ വിവരണം, കഥയുടെ വിവരണം. സ്കൂൾ കെ രാസ്തേക്ക് സടക്ക് കെ കിനാരെ, വഴിയിലുള്ള റോഡിന്റെ തീരത്ത്. മൂങ്ക് ഫലിയോം കെ ഹേത്ത്, നിലക്കടലയും മറ്റും കൃഷി ചെയ്യുന്ന വയല്, കൃഷിസ്ഥലം. വഹ അവിടെ 5വീം കക്ഷാക്കെ, 5ാം ക്ലാസ്സിലുള്ള 2 ബच्चे, 2 കുട്ടികൾ. ബേല ഓർ സാഹിൽ, ബേലയും സാഹിലും. സ്കൂൾ കി വർദ്ധി പകൻകർ, സ്കൂളിലെ യൂണിഫോം, വർദ്ധി എന്ന് പറഞ്ഞാൽ യൂണിഫോം, പകൻകർ ധരിച്ചിട്ട്. വീർപ്പകുടിയോങ്കോ, വീർപ്പകുടികളെ. ഹോജ് രഹേഹി, അന്വേഷിക്കുന്നു. ഉൻകെ പീട്ട് പർ, അവരുടെ പുറകു ഭാഗത്ത്. ബസ്തേഹയും, ബാഗുകളും ഉണ്ട്. അപ്പൊ സ്കൂളിലെ ആ വഴിയിലുള്ള റോഡിന്റെ തീരത്ത്, കേക്കിനാരർത്ഥം തീരത്ത്, സടക്ക് റോഡ്, റോഡിന്റെ തീരത്ത് നിലക്കടല വിതച്ചിരിക്കുന്ന കൃഷിസ്ഥലം. അവിടെ 5വീം കക്ഷാക്കി, 5ാം ക്ലാസ്സിലുള്ള 2 ബच्चे, 2 കുട്ടികൾ. ബേലയും സാഹിലും. സ്കൂൾ കി വർദ്ധി പകൻക, സ്കൂൾ യൂണിഫോം ധരിച്ചിട്ട് വീർപ്പക്കുട്ടികളെ. ഹോജ് രഹേഹി, അന്വേഷിക്കുന്നു. ഉൻകെ പീട്ട് പർ, അവരുടെ പുറത്ത്, ബാക്ക് ഭാഗത്ത്. ബസ്തേഹയും, ബാഗുകൾ ഉണ്ട്. അപ്പൊ സാഹിൽ പ്രസന്നദാസെ, സന്തോഷത്തോടെ. ദേഖോ ദേഖോ, നോക്കൂ നോക്കൂ. ബേല ഏക് വീർപ്പകുടിയോങ്കോ, ഈ വീർപ്പകുടികളെ. ബേല അരേ എടേ, ഇത്തനാ സുന്ദർ ഹേ, എത്ര മനോഹരമാണ്. ഇസ്കാ രംഗ് ദേഖോ, ഇതിന്റെ നിറം നോക്കുവിൻ. സാഹിൽ തുംഹാരെ റിബൺ കെ ജൈസെ, നിങ്ങളുടെ റിബൺ പോലെ. ജൈസെ അർത്ഥം പോലെ. ലാൽ ഹേ, ചുവന്നത് ആണ്, ചുവപ്പാണ്. മുലായം ഫീ ഹേ, സോഫ്റ്റും ആണ്, മൃദുലതയുള്ളതും ആണ്, മൃദുവായിട്ടുള്ളതും ആണ്. ബേല ദേഖിനേസെ, കാണുമ്പോൾ. ഹൂൻ കി ബൂന്തോം ജൈസ, രക്ത തുള്ളികൾ പോലെ. ജൈസ അർത്ഥം പോലെ. ലഘുത്ത ഹേ, തോന്നുന്നു. അപ്പൊ ഇതാണ്, ഇത് മാർദ്ദവമുള്ളതാണ്. കാണുമ്പോൾ എന്താണ്, രക്തത്തിന്റെ തുള്ളികൾ പോലെ തോന്നുന്നു. അടുത്ത് സ്കൂൾ സേ, സ്കൂളിൽ നിന്ന്. ഖണ്ഡി ബജാനേക്ക് ആവാസ് ആത്തി ഹേ, ഖണ്ഡി എന്ന് പറഞ്ഞാൽ ഖണ്ഡി ബജാന, ബെല്ല് മുഴങ്ങുക. സ്കൂളിൽ നിന്ന് മണി മുഴങ്ങുന്നതിന്റെ, ബെല്ല് അടിക്കുന്നതിന്റെ ശബ്ദം വരുന്നു. സാഹിൽ ഖബരാക്കർ, പരിഭ്രമിച്ചിട്ട്. തുമ്നെ ക്യാ സുനാ ബേല, നിങ്ങൾ എന്തെങ്കിലും കേട്ടോ ബേലേ. ഹാം സുന, അതെ കേട്ടു. പകലി ഖണ്ഡി ലഗ് ഗെയ്ഹെ, ഫസ്റ്റ് ബെല്ല് അടിച്ചിട്ടുണ്ട്. ചലോ നടക്കുവിൻ. ദേർ ഹോ ജായേഗി, സമയം താമസിച്ചു പോയി, അതുകൊണ്ട് പെട്ടെന്ന് നടക്കാൻ വേണ്ടി പറയും. സാഹിൽ ലേക്ക്, എന്നാൽ. മുച്ചേ ദൂക്കാൻ സേ, എനിക്ക് കടയിൽ നിന്ന്. പെൻമേ, പേനയിലെ. സ്യാഹി ഫർവാനി ഹേ, മഷി നിറയ്ക്കേണ്ടതുണ്ട്. ബേല തോ ജൽദി ചലോ, എങ്കിൽ പെട്ടെന്ന് നടക്കുവിൻ. ജൽദി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. സാഹിൽ ടീക്ക് ഹേ ബേല, ശരി ബേല. ഹേത്ത് കി സെമീൻ സേ, ആ വയലിൽ നിന്ന്, വയലിലിരുന്ന ആ തറയിൽ നിന്ന്, അവർ തറയിലിരുന്നത് അവിടെ നിന്ന്. ഉൾക്കർ എണീറ്റിട്ട്. ദോനോ വെച്ച്, 2 കുട്ടികളും. ദൂക്കാൻ കെ രാസ്തേക്ക് ഓർ, കടയിലെ വഴിയിലേക്ക്. ജാത്തേക്ക് പോകുന്നു, ആ കടയിലോട്ട് പോകുന്നു. എന്നിട്ട് കർട്ടൻ താഴുന്നു. പഴക്കഥ, തിരക്കഥ 2. അടുത്തത് തിരക്കഥ 2. ദുക്കാൻദാർ കെ പാസ്, കടക്കാരന്റെ അടുക്കൽ. സ്യാഹി ഫർണി കേലിയെ, മഷി നിറയ്ക്കാൻ വേണ്ടി. ആത്തെ സമയം, വന്ന സമയത്ത്. ദുക്കാൻദാർ, കടക്കാരൻ. സാഹില് ഓർ ബേല കെ ബീച്ച്, ബേലയും ഇവർ 3 പേരും തമ്മിലുള്ള. കെ ബീച്ച് അർത്ഥം തമ്മിലുള്ള, കോനേവാടി നടക്കുന്ന, ഇവർ 3 പേരും തമ്മിൽ നടക്കുന്ന. പഴക്കഥ, തിരക്കഥ. സങ്കല്പ് കർക്കെ, സങ്കല്പിച്ചിട്ട്. ലിഖി, എഴുതിയാലും. അവർ ദൃശ്യ 2. സ്ഥലം സ്കൂൾ കെ രാസ്തേക്ക് ഏക്ക് ദുക്കാൻ, സ്കൂളിലേക്കുള്ള ആ വഴിയിലുള്ള ഒരു കട. രാസ്ത എന്ന് പറഞ്ഞാൽ വഴി, സ്കൂളിന്റെ വഴിയിരിക്കുന്ന ഒരു കട. സമയ സവേരെ 10 ബജെ, ബെല്ലടിച്ചതിന് ശേഷമാണ് അവിടെ എത്തിയത്. അപ്പം 10 മണി ആയിക്കാണ്. സവേരെ രാവിലെ, 10 ബജെ 10 മണിക്ക്. ഇതിലെ കഥാപാത്രങ്ങള് സാഹില്, ബേല ഓർ ദുക്കാൻദാർ.
സാഹിലും വേലയും കടക്കാരനും. അടുത്ത് ആയു വയസ്സ്, സാഹിൽ ഓർ വേല സാഹിലിനും വേലയ്ക്കും 11 വയസ്സ്, ദൂക്കാന്ത കടക്കാരന് 30 വയസ്സ്. അവര് ഈ സാഹിലും മറ്റും സംസാരിക്കുന്നത് ഭായി എന്ന് വിളിച്ചതേ സംസാരിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ഒരു 30 വയസ്സിനകത്ത് തന്നെ വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അടുത്ത് വേഷഭൂഷ വേഷവിധാനം, സ്കൂൾ കി വർദ്ധി സ്കൂൾ യൂണിഫോം. അടുത്ത് ദൃശ്യ വിവരണ ഈ ദൃശ്യത്തെ കുറിച്ചുള്ള വിവരണം. സ്കൂൾ കെ രാസ്തേക്ക് സ്കൂളിലെ ആ വഴിയിലുള്ള ഏക് ദുഃഖൻ ഒരു കട, വഹ അവിടെ വേല ഓർ വേലയും, സാഹിൽ സാഹിലും, സ്കൂൾ കി വർദ്ധി സ്കൂളിലെ യൂണിഫോം പഹൻകർ ധരിച്ചിട്ട് കടയിൽ നിൽക്കുന്നു. ദൂക്കാൻമേ കടയിൽ 30 വർഷിക്ക 30 വയസ്സുള്ള ദൂക്കാന്താർ കടക്കാരൻ ആണ്. അദ്ദേഹം സാഹിൽ ഓർ വേലാസെ സാഹിലിനോടും വേലയോടും കുച്ച് ബാത്തുക്കാർ രഹേഹയും എന്തൊക്കെ സംസാരിച്ചു കൊണ്ട് ഇരിക്കുന്നു. വേല ദൂക്കാന്ദർസ് കടക്കാരനോട് പറയാണ്, ഭായി സഹോദര, ഏക് പെൻ സ്യാഹി ഫർദോ ഒരു പേന മഷി നിറച്ചു തരുവൻ. ദൂക്കാന്ത ദുഃഖസെ ദുഃഖത്തോടെ, ബേട്ട മകനെ മക്കളെ, സ്യാഹിക്ക് ബോത്തൽ മഷിക്കുപ്പി, അഫി അഫി ഇപ്പോൾ തന്നെ ഖാലി പോകി തീർന്നതേ ഉള്ളൂ. സാഹിൽ ബാപ്പുരേ അപ്പോ എന്നുള്ള രീതിയിൽ വിളിക്കുകയാണ്. ക്യാ കരുമെയ്യും അപ്പോ ഞാൻ എന്ത് ചെയ്യും. ദൂക്കാന്തർ അരേ ബേട്ടെ എന്ത് മക്കളെ, ക്യാ പോവാ എന്തുണ്ടായി. ഇസ്നെ ഇവൻ പെന്മേ പേനയില് ബെച്ചി ഹുയി മിച്ചം ഉണ്ടായിരുന്ന സ്യാഹിക്കോ മഷിയെ സെമീപ്പർ തറയിൽ ചിടക്ക് തീയ കുടഞ്ഞ് കളഞ്ഞു. ദൂക്കാന്ത കടക്കാരൻ ഹംസത്തെ ഹുയെ ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്. ബാദൽ കോ കാർമേഘത്തെ ദേക്കർ കണ്ടിട്ട് ഹടേക്കോ നഖീണ്ടുലാന ചാക്കിയെ കുടത്തെ കമിഴ്ത്തരുത് എന്ന് പറഞ്ഞാൽ കുടത്തിൽ വെള്ളം ഇരിക്കുന്നു, കാർമേഘം കണ്ടോന്നെ മഴ പെയ്യുമെന്ന് പറഞ്ഞ് ആ വെള്ളമെടുത്ത് കളഞ്ഞു കളയരുത്. സാഹിൽ നിരാശ ഹോക്കർ നിരാശനായിട്ട്, ആജ് ഇന്ന് മെയ്യും കൈസേ സ്കൂൾ ജാവും ഞാൻ എങ്ങനെ സ്കൂളിൽ പോകും. ദൂക്കാന്ത ഹംസത്തെ ഹുയെ ചിരിച്ചുകൊണ്ട്, ബേട്ട മക്കളെ, സ്യാഹി കൽ മിലേങ്കി മഷി നാളെ കിട്ടും. തും ദോനോ നിങ്ങൾ രണ്ടുപേരും കിസ് കഷാമേ പഠിത്തേക്കോ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പൊ ബുരേ മനസ്സേ മോശമായ മനസ്സോടെ സാഹിൽ പറയുന്നു, 5വീ കഷാമേ 5ാം ക്ലാസ്. ഇപ്പൊ ടെസ്റ്റിൽ ഇവിടെ ബുരേ മനസ്സേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതേപോലുള്ള കാര്യങ്ങൾ കൊടുക്കുമ്പം കുറച്ചുകൂടെ ഒരു ഇതാണ്, കാണുമ്പം ടെസ്റ്റ് വായിച്ചിട്ടുണ്ട് എന്നൊരു തോന്നല് ഉണ്ടാവും. തിരുത്തണവർക്ക് അങ്ങനെ ഒരു തോന്നല് ഉണ്ടാവും. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഇതേപോലെയൊക്കെ എഴുതുക. അടുത്ത് അപ്പം സാഹില് ബുരേ മനസ്സേ മോശമായ മനസ്സോടെ, 5വീ കഷാമേ 5ാം ക്ലാസ്. അപ്പൊ ദൂക്കാന്ത ദോനം രണ്ടുപേരും, വേല കുഷു പോക്ക സന്തോഷവതിയായിട്ട്, അതേ ഭായി അതേ സഹോദര, ഹം ദോനോ കാ സെക്ഷൻ ഫി നമ്മൾ രണ്ടുപേരുടെയും സെക്ഷനും ഏക് ഹി ഹെ ഒന്നാണ്, എ ഡിവിഷൻ. ദൂക്കാന്ത ഹംസത്തെ ഹുയെ ചിരിച്ചുകൊണ്ട്, ടീക്ക് ഹെ ശരി, തും കൽ ആവോ നിങ്ങൾ നാളെ വരുവിൻ, സ്യാഹി കൽ മിലേങ്കി മഷി നാളെ കിട്ടും. വേല ടീക്ക് ഹേ ഭായി ശരി സഹോദര. എന്നിട്ട് അവർ ദൂക്കാൻസെ കടയിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന വഴിയിലേക്ക് പോവുകയാണ്. സ്കൂളിലേക്കുള്ള വഴിയിലേക്ക് പോകുന്നു. ഇത് കണ്ടതിന് ശേഷം കർട്ടൻ താക്കും. കഥ മൂന്നാമതാണ്. 5വീ കക്ഷാക്ക് 5ാം ക്ലാസ്സിലെ റിസൾട്ട് ദേഖിനെ കെലി റിസൾട്ട് നോക്കാൻ വേണ്ടി ആത്തെ സമയം വന്ന സമയത്ത് സാഹിൽ ഓർ ബേല സാഹിലിനോടും ബേലയോട് സംബന്ധിച്ച പ്രസംഗ് പർ ആ സന്ദർഭത്തെ വിഷയത്തിൽ പട്കഥ തയ്യാർ കരിയ തിരക്കഥ തയ്യാറാക്കാനാണ്. ഇവര് പ്രോഗ്രസ് റിപ്പോർട്ട് റിസൾട്ട് നോക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ആ സമയത്തുള്ള അവസ്ഥകളാണ് നമ്മുടെ എഴുതേണ്ടത്. ദൃശ്യ 3 മൂന്നാമത്തെ ദൃശ്യമാണ് സ്ഥല സ്കൂൾ കെ ആംഗൻമേ സ്കൂൾ മുറ്റം. സമയം 10 ബജെ 10 മണിക്ക്. കഥാപാത്രങ്ങൾ സാഹിലും ബേലയും. അവരുടെ വയസ്സ് ആയു 11 വയസ്സാണ്. വേഷഭൂഷ അവരുടെ വേഷവിധാനം സ്കൂൾ കി വർദ്ധി സ്കൂൾ യൂണിഫോം. ദൃശ്യ വിവരണം ആ ദൃശ്യത്തെ കുറിച്ചുള്ള വിവരണം. സ്കൂൾ കെ ആംഗൻമേ സ്കൂളിന്റെ മുറ്റത്തിൽ, ബേല ഓർ ബേലയും, സാഹിലും ഖടേ ഹോത്തെ നിൽക്കുന്നു. ഖട എന്ന് പറഞ്ഞാൽ നിൽക്കുക.
നിൽക്കുന്നു. ദോനോം സ്കൂൾ വർദ്ധീമേ, രണ്ടുപേരും സ്കൂൾ യൂണിഫോമിലാണ്. ദോനോം കെ ഹാത്തോമേ, രണ്ടുപേരുടെയും കയ്യിൽ അപ്പനെ അവരവരുടെ റിപ്പോർട്ട് കാർഡും ഉണ്ട്. ദോനോം ഖുഷി ഓർ ദുഃഖി ഹെ, രണ്ടുപേരും സന്തോഷത്തിലും ദുഃഖത്തിലുമാണ്. എന്ന് പറഞ്ഞാൽ 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലോട്ട് പോയി, പക്ഷേ ഇനി ആ സ്കൂളിൽ പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവര് പ്രോഗ്രസ് റിപ്പോർട്ട് കിട്ടിയതിൻ്റെ സന്തോഷവും റിസൾട്ട് അറിഞ്ഞതിൻ്റെ സന്തോഷവും അവിടെ ആ സ്കൂളിൽ നിന്ന് മാറേണ്ട ദുഃഖത്തിലും നിൽക്കുകയാണ്. അടുത്ത് സാഹിൽ, ദുഃഖസേ, ദുഃഖത്തോടെ. വേല, തുംഖാര റിപ്പോർട്ട് കാർഡ് ദിഖാന, നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് കാണിച്ചേ. വേല, ദുഃഖുവോർ ഖുഷീസെ, ദുഃഖത്തോടും സന്തോഷത്തോടും. ടീക്ക് ഹെ, ശരി. ഹാം ദേഖോ, അതേ നോക്കുവിൻ. തും ഫി റിപ്പോർട്ട് കാർഡ് ദിഖാന, നിങ്ങളും റിപ്പോർട്ട് കാർഡ് കാണിച്ചേ. സാഹിൽ, വേല, ആജ് ഇസ് സ്കൂൾ മേ ഹമാരെ അന്തിമ ദിൻ ഹെ, ഇന്ന് ഈ സ്കൂളിൽ നമ്മുടെ അവസാനത്തെ ദിവസമാണ്. വേല, ദുഃഖസെ. ഹാം സാഹിൽ, അതേ സാഹിൽ. സാഹിൽ, അബ് തും കഹാം പഠോങ്കി, ഇപ്പോൾ നിങ്ങൾ എവിടെ പഠിക്കും. വേല, ദുഃഖസെ. മേരാ പാപ്പ കഹി രഹേ തേക്ക്, എൻ്റെ പപ്പ പറഞ്ഞതെന്തെന്നാൽ മുച്ച് എന്നെ രാജകീയ കന്യാ പാഠശാല ഗവൺമെന്റ് ഗേൾസ് സ്കൂളില് പഠിപ്പിക്കും. ഓർത്തും, നിങ്ങളെയോ. സാഹിൽ, ദുഃഖസ്, ദുഃഖത്തോടെ. മുച്ച് എന്നെ അജ്മേർ കെ സ്കൂൾ മേ ഭേജിനെ കാ നിശ്ചയ കിയാ ഹെ, മുച്ച് എന്നെ അജ്മേറിലുള്ള സ്കൂളില് ഭേജിനേക്ക് അയക്കാൻ വേണ്ടി നിശ്ചയ കിയാ ഹെ, തീരുമാനിച്ചിട്ടുണ്ട്. ബേല, വഹാൻ തും കഹാ രഹോഗെ, അവിടെ നിങ്ങൾ എവിടെ താമസിക്കും. സാഹിൽ, വഹ, അവിടെ ഹോസ്റ്റല് ഉണ്ട്. ബേല, ആശ്ചര്യത്തെ, അതിശയത്തോടെ. തുംഹെ ഇത്തനെ ദൂർ ക്യോം ഭേജത്തെ ഹെയ്യം, തുംഹെ നിങ്ങളെ ഇത്രയും ദൂരം ക്യോം എന്തുകൊണ്ട് ഭേജത്തെ ഹെയ്യം അയക്കുന്നു. സാഹിൽ, നീച്ചേക്ക് ഓർ തേക്കുക, താഴേക്ക് നോക്കിയിടുന്നു. ഞാൻ ദുഃഖം സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് താഴോട്ട് നോക്കിക്കൊണ്ടുവന്നിട്ട് പറയുകയാണ്, മുച്ചേ മാലൂനഹി, എനിക്ക് അറിയില്ല. ബേല, ആശ്ചര്യസെ, അതിശയത്തോടെ. അബ് തും ഫുലേരാ ഗാവുമേ, അബ് അപ്പോൾ, തും നിങ്ങൾ, ഫുലേരാ ഗാവുമേ, ഫുലേരാ ഗ്രാമത്തിൽ, നഹി രഹോങ്കെ, ഇനി താമസിക്കില്ലേ. സാഹിൽ, ദുഃഖി ഹോക്കർ, ദുഃഖിതനായിട്ട്. നഹീം വേല, ഇല്ല വേല. ദോനോം ചലത്തേഹി, രണ്ടുപേരും നടക്കുന്നു. ഇത് പറഞ്ഞിട്ട് രണ്ടുപേരും നടക്കുന്നു. 5ാമത്തെ പ്രവർത്തനമാണ് അപ്പനി കിസി ദോസ്ത് കി യാദ് പർ, തൻ്റെ ഏതെങ്കിലും കൂട്ടുകാരുടെ ഓർമ്മയില് ടിപ്പണി എഴുതാൻ വേണ്ടി. അപ്പൊ ഗീത എന്ന ഒരു കൂട്ടുകാരിയുടെ ഓർമ്മയില് നമ്മൾ നേരത്തെയുള്ള വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ പഠിക്കണം. അടുത്ത് വായിച്ചാൽ. അടുത്ത് കാക്കേക്കിയുടെ പ്രവർത്തനമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്കിനി അത് പഠിക്കാം. 11 സാൽക്ക, 11 വയസ്സുള്ള ലഡ്ക ജാ രഹാത്ത, ആൺകുട്ടി പോവുകയായിരുന്നു. അപ്പൊ ഇത് 6ാമത്തെ പ്രവർത്തനമാണ്. ബേലാക്കെ, അപ്പൊ ഇവിടെ കായിക പ്രയോഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്ത് ബേലാക്കെ പാവ് അഫീഫി കാമ്പ് രഹേഹയും, വേലയുടെ കാലുകൾ അഫീഫി ഇപ്പോഴും കാമ്പ് രഹേഹയും വിറയ്ക്കുന്നുണ്ടായിരുന്നു. സ്യാഹിക്ക് ബോത്തൽ, മഷിയുടെ കുപ്പി അഫി ഇപ്പോൾ ഖാലി ഹോ ഗയി ഹെ, ഒഴിഞ്ഞതേ ഉള്ളൂ. പാനിക്ക് ബൂന്തേം അഴുക്കി ഹുയി തീ, വെള്ളത്തുള്ളികൾ ഇപ്പോഴും അതില് നനഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു. വാക്യോമേ രേഖാങ്കിത് പരസർഗോം പർ ധ്യാൻ ദേ, വാക്യത്തില് അടയാളം കൊടുത്തിട്ടുള്ള പരസർഗങ്ങളുടെ ശ്രദ്ധ കൊടുത്താലും. ഇൻകെ അർത്ഥ്, ഇതിന്റെ അർത്ഥം സമാനവോർ, ഇതിന്റെ അർത്ഥം തുല്യമാണ്, സമാനമാണ്. രൂപ് അലകലകയും, അതിന്റെ രൂപം വ്യത്യസ്തമാണ്. ക്യോം, എന്തുകൊണ്ട്. ചർച്ച ചെയ്താൽ. അപ്പൊ ഇവിടെ പരസർഗം എന്നാണ് എന്നുള്ളത് ആദ്യം നമുക്ക് പഠിക്കാം. അപ്പൊ പരസർഗം എന്നാണ് ഇത്. ജോ ശബ്ദവും കെ സാത്ത്, ഏതെങ്കിലും ശബ്ദങ്ങളെ ജോൾക്കർ യോജിപ്പിച്ചിട്ട് അർത്ഥപൂർണ വാക്യ ബനാത്തഹി, അർത്ഥം നിറഞ്ഞ വാക്യം ഉണ്ടാക്കുന്നത്. അപ്പൊ അർത്ഥം നിറഞ്ഞ വാക്യം ഉണ്ടാക്കാനാണ് നമ്മൾ പരസർഗം ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കാ, കെ, കി, ഈ 3 പ്രത്യയങ്ങളുടെയും അർത്ഥം എന്ന് പറഞ്ഞത് ഇന്റെ, ഉടെ, ഉള്ള, ലേ എന്നീ അർത്ഥങ്ങളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ അർത്ഥങ്ങൾ പറഞ്ഞെടുത്താണ് നമ്മൾ കാ, കെ, കി ഉപയോഗിക്കുന്നത്. എന്നിട്ട് പുല്ലിംഗം
പുല്ലിംഗ ബഹുവചനം സ്ത്രീലിംഗ, അതനുസരിച്ച് ഇതിന് മാറ്റങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ എന്താണ്, ഏത് ശബ്ദങ്ങളോടൊപ്പമാണ് യോജിച്ചിട്ട്, ഏത് ശബ്ദങ്ങളെയാണ് നമ്മൾ യോജിച്ചിട്ട് ഒരുമിപ്പിച്ചിട്ട് അർത്ഥപൂർണമായ വാക്യം ഉണ്ടാക്കുന്നു, അതിനെ പരസർഗം എന്ന് പറയുന്നു. ലിംഗ ഓർ വചനിക്ക് അനുസരിച്ച്, ലിംഗവും വചനവും അനുസരിച്ച്, ലിംഗവും വചനം. അപ്പം സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ, ഒന്നിലധികം ഉണ്ടോ, ഏകവചനമാണോ ബഹുവചനമാണോ, അടുത്ത് എന്ന് പറഞ്ഞാൽ ഒന്നാണോ ഒന്നിലധികമാണോ, ഇതനുസരിച്ച് പരസർഗത്തിൽ പരിവർത്തന മാറ്റം ആത്തേഹയും വരുന്നു. ഇൻക അർത്ഥ, ഇതിന്റെ അർത്ഥം സമാനവും രൂപം അലകടക് ഹെയ്യും വ്യത്യസ്തവുമാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തത് പഠിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെത് വിശദമായിട്ട് പഠിക്കാം. 11 साल का लड़का जा रहा था. 11 വയസ്സുള്ള ആൺകുട്ടി പോവുകയായിരുന്നു. പകലെ വാക്യമേ, ഒന്നാമത്തെ വാക്യത്തിൽ ലഡ്ക പുല്ലിംഗ് ഏകവചന ഹേ. ഈ ലഡ്ക എന്നുള്ള ശബ്ദം പുല്ലിംഗ ഏകവചനമാണ്. ഒന്നിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആൺകുട്ടി എന്ന് പറയുന്നത് പുല്ലിംഗമാണ്. ഇസ്ലിയ, അതുകൊണ്ട് ഇസ്കേ സാത്ത്, ഇതിനോടൊപ്പം കാ പരസർഗ പ്രയോഗ പോവാതെ, കാ എന്ന പരസർഗം പ്രയോഗിച്ചു. അടുത്ത് രണ്ടാമത്തത് വേലാകെ പാവ്, വേലയുടെ കാലുകൾ അഫീഫി ഇപ്പോഴും കാമ്പുരഹേഹിയ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ദൂസരെ വാക്യമേ, രണ്ടാമത്തെ വാക്യത്തിൽ പാവ് പുല്ലിംഗ് ബഹുവചൻ ശബ്ദഹേ. പാവ് എന്ന് പറഞ്ഞത് പുല്ലിംഗ ബഹുവചന ശബ്ദമാണ്. ഇസ്ലിയെ, അതുകൊണ്ട് ഇസ്കേ സാത്ത്, ഇതിനോടൊപ്പം കെ പരസർഗ പ്രയോഗ ഹുവാഹെ, കെ എന്ന പരസർഗം പ്രയോഗിച്ചു. അപ്പൊ ഇവിടെ പാവ് എന്ന് പറയുന്നത് പുല്ലിംഗ ബഹുവചനമാണ്. അതുകൊണ്ട് വേലാക്കേ പാവ്, അപ്പൊ രണ്ട് കാലുകളുടെ വിറച്ചു, അപ്പൊ ഇവിടെ ബഹുവചനമായി. അതുകൊണ്ടാണ് ഇവിടെ കെ വന്നത്. പുല്ലിംഗ ബഹുവചനം, പാവ് എന്ന് പറയുന്നത് പുല്ലിംഗ ബഹുവചനാണ്, അതുകൊണ്ട് ഇവിടെ കെ ചേർത്തു. മൂന്നാമത്തത് സ്യാഹി കി ബോത്തൽ മഷി കുപ്പി അഫി ഇപ്പോൾ ഖാലി ഹോ ഗയിക, ഒഴിഞ്ഞതേ ഉള്ളൂ. ഇത് മൂന്നാമത്തെ വാക്യമാണ്. ടീസരെ വാക്യമേ, മൂന്നാമത്തെ വാക്യത്തിൽ ബോത്തൽ ശബ്ദ, ഈ ബോത്തൽ എന്ന ശബ്ദം സ്ത്രീലിംഗ ഏകവചനമാണ്. ഇസ്ലിയെ, അതുകൊണ്ട് ബോത്തൽ കെ സാത്ത്, ബോത്തലിനോടൊപ്പം കീ പരസർഗ്, കീ എന്ന പരസർഗ് കാ പ്രയോഗ കിയാതെ, ആ പ്രയോഗം കീ എന്ന പരസർഗ് പ്രയോഗിച്ചു. അടുത്ത് പാനിക്ക് ബൂന്തേ, നാലാമത്തത് പാനിക്ക് ബൂന്തേ അഴുക്കി ഹുയിത്തി. അതില് നാലാമത്തെ വാക്കാണിത്. ചൗദേ വാക്യമേ, നാലാമത്തെ വാക്യത്തിൽ ബൂന്തേ തുള്ളികൾ, ബൂന്തേ എന്ന് പറഞ്ഞാൽ എന്താണ്, തുള്ളികൾ എന്ന ശബ്ദം സ്ത്രീലിംഗ ബഹുവചനമാണ്. ഇസ്ലിയെ, അതുകൊണ്ട് ബൂന്തേങ്കെ സാത്ത്, ബൂന്ത എന്ന വാക്കിനോടൊപ്പം കി പരസർഗ പ്രയോഗ കിയാതെ, കി എന്ന പരസർഗ് പ്രയോഗിച്ചു. അപ്പൊ ഇതേപോലുള്ള കുറച്ച് വാക്കുകൾ നമുക്ക് ടെസ്റ്റിൽ നിന്ന് പഠിക്കാം. അത് അടുത്ത പ്രവർത്തനമായിട്ട് അതിൽ എഴുതാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. 5 എണ്ണോ 6 എണ്ണോ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ ഇത് എഴുതുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടെസ്റ്റിൽ നിന്ന് കണ്ടുപിടിച്ച് എഴുതുക. ഉചിത് പരസർഗ പ്രയോഗക്ക, ഉചിതമായ പരസർഗം പ്രയോഗിച്ചിട്ട് റിക്തസ്ഥാൻ ഭരിയെ, അതിൻ്റെ സ്ഥലങ്ങൾ നിറച്ചാൽ, ഈ വേഷിട്ടിക്കുന്ന ഭാഗങ്ങൾ നിറച്ചാൽ. ഏക് കീൽ സാഹിൽ കി പിണ്ടലിമേ ലഘു ഗയി, ഒരു ആണി സാഹിലിന്റെ കണങ്കാലില് തറച്ചു. അപ്പൊ ഇവിടെ പിണ്ടലി എന്ന് പറഞ്ഞത് സ്ത്രീലിംഗമാണ്, അതുകൊണ്ട് കീ വന്നു. അടുത്ത് ബേലാക്കാമൻ ഹരാബുഹോ ഗിയ, ബേലയുടെ മനസ്സ് നശിച്ചു പോയി. മറ്റേ മാസ്റ്റർ ബേലയോട് മോശമായി പെരുമാറിയ സമയത്ത് ബേലയുടെ മനസ്സ് ആപ്പാടെ ദുഃഖിച്ചു പോയി. അപ്പൊ അവിടെ മണ്ണെന്ന് പറഞ്ഞത് പുല്ലിംഗമാണ്, മനസ്സ്, അത് പുല്ലിംഗമാണ്, അതുകൊണ്ടിവിടെ കാവുന്നു. അടുത്ത ഏക് 11 साल का लड़का, ഒരു 11 വയസ്സുള്ള ആൺകുട്ടി ജാരഹാത്ത പോവുകയായിരുന്നു. ഇവിടെ ലഡ്ക ആൺകുട്ടി എന്ന് പറഞ്ഞത് പുല്ലിംഗമാണ്, അതുകൊണ്ട് കാവ്. അടുത്ത രവിവാർക്ക ദിൻ ത, ഞായറാഴ്ച ദിവസമായിരുന്നു. ദിൻ എന്ന് പറഞ്ഞത് പുല്ലിംഗ, അതുകൊണ്ട് കാവ്. സാഹിൽ കി ആംഖെ, ആംഖെ എന്നുള്ളത് സ്ത്രീലിംഗ, അതുകൊണ്ട് ഇവിടെ കീ വന്നു. സാഹിലിന്റെ കണ്ണുകൾ വീർബകുടി കീ തരക് പോലെ, വീർബകുടിയെ പോലെ ലാൾ പോലെ ലഭിച്ചു നോക്കുകയായിരുന്നു. യഹ് ബാരിഷോം സേ പകലേക്ക് ബാരിഷ് കാ ഏക് ദിൻ ത,
ഇത് ബാരിഷാസെ മഴയ്ക്ക് മുമ്പേയുള്ള മഴയുടെ ഒരു ദിവസമായിരുന്നു. അപ്പോൾ ദിൻ എന്ന് പറയുന്നത് പുല്ലിംഗമാണ്, അതുകൊണ്ട് ഇവിടെ കാ വന്നു. ബാരിഷ് എന്ന് പറഞ്ഞ സ്ത്രീലിംഗ, അതുകൊണ്ട് കീ. അടുത്ത് ഉൻക ഹാത്ത്, ഹാത്ത് എന്ന് പറയുന്നത് പുല്ലിംഗ, അതുകൊണ്ട് വേ പ്ലസ് ക, ഉൻക. അദ്ദേഹത്തിന്റെ കൈ ചലിക്കുമ്പോൾ ശുരു ഹോത്താത്തോ, ചലിക്കാൻ ആരംഭിച്ചാൽ രുക്കിന പൂൾ ജാത്താത്ത, നിർത്താൻ വേണ്ടി മറന്ന് പോകുമായിരുന്നു. അപ്പോൾ ഹാത്ത് പുല്ലിംഗ, അതുകൊണ്ട് വേ പ്ലസ് ക എന്ന് പറയുമ്പോൾ ഉൻക എന്ന് അവിടെ ആയി. ഏക് ദിൻ സുരേന്ദ്രജിനെ, ഒരു ദിവസം സുരേന്ദ്രജി ബേലാക്കെ ബാലോമേ, ബേലയുടെ മുടിയിൽ, പംജ ഹംസായ, അത് പുല്ലിംഗ ബഹുവചനമാണ്. ബാൽ എന്ന് പറഞ്ഞാൽ പുല്ലിംഗ ബഹുവചനമാണ്, അതുകൊണ്ടാണ് അവിടെ കെ വന്നത്. അടുത്ത് ബേലാക്കെ, ബേലയുടെ, ഭയഭീത് ചേഹര കോ ദേക്കർ, ഭയം നിറഞ്ഞ മുഖത്തെ, അവിടെ ചേഹര എന്ന് പറഞ്ഞത് പുല്ലിംഗ ബഹുവചനമാണ്. ചേഹര പ്ലസ് കോ, അപ്പൊ ചേഹരയെ കോ എന്നായി. ആ മുഖത്തെ ദേക്കർ കണ്ടിട്ട് സാഹില് ബുരി തരക്, മോശമായ രീതിയിൽ ഠർഗയാത്ത, ഭയക്കുക ആയിരുന്നു. അപ്പോൾ ഇവിടെ ചേഹര പ്ലസ് കോ, ചേഹരയെ കോ, പുല്ലിംഗ ബഹുവചനമായി ചേഹര, അതുകൊണ്ട് ഇവിടെ കെ.